ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പും ചെറുപയറും കൊണ്ടുള്ള ഒരു തോരനാണ്. അതിനുവേണ്ടി ചെറുപയർ 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. 2-3 പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടിയ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചാൽ വെന്ത് കിട്ടും. ഇപ്പം ഞാൻ വാഴക്കൂമ്പൊക്കെ അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു കമ്പി കൊണ്ട് ഇങ്ങനെ ചുറ്റി അതിൻ്റെ നൂല് ചുറ്റിയെടുക്കും. പപ്പടത്തിൻ്റെ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചുറ്റിയെടുക്കാം. ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ തോരൻ കഴിക്കുമ്പോൾ അതിൻ്റെ ആ നൂലിങ്ങനെ വായിൽ കുടുങ്ങും. എല്ലാം ചുറ്റിയെടുത്ത് അതിന് ശേഷം 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇതേപോലെ നൂലിങ്ങനെ നമുക്ക് കിട്ടും, അതിൽ ചുറ്റി കിട്ടും. ഇപ്പം എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കാം. 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5-8 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം. അതിനുശേഷം ഈ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം ഇളക്കി ഒന്ന് കൂട്ടി വെച്ച് മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. സിമ്മിൽ വേണം വേവിച്ചെടുക്കാൻ, തീ കൂട്ടി വെക്കരുത്. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കുക. ചെറുപയർ ഒരു വിസിലടിച്ചപ്പോൾ വെന്തിട്ടുണ്ട്. ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വാഴക്കൂമ്പും ചെറുപയറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് അത് ഇളക്കി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഉപ്പില്ലെങ്കിൽ ഈ സമയം ഉപ്പിട്ട് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി വല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വാഴക്കൂമ്പും ചെറുപയറും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴക്കൂമ്പ് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.